ഹലോ ഫ്രണ്ട്സ്, ഐം ശ്രുതി ഫ്രം ലോലിപോപ്സ്. ഭയങ്കരമായിട്ടും സമ്മറാണല്ലേ, ഭയങ്കര ചൂടായത് കാരണം നമുക്ക് പുറത്തോട്ടും ഇറങ്ങാൻ പറ്റുന്നില്ല. പലയിടത്തും യെല്ലോ അലേർട്ടും ഒക്കെ നാട്ടിലുണ്ട്. അപ്പം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലാണ് നമുക്കൊന്ന് പുറത്തേക്ക് പോകാൻ തന്നെ പറ്റുക. ഇപ്പം നോർമലായിട്ട് വരുന്ന കുർത്തിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇപ്പം ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു അനാർക്കലി ആയിട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്ന ഒരു കൈൻഡ് ഓഫ് അറ്റാറാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള അംബ്രല്ല കട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നമ്മുടെ യാമിയുടെ മൾക്കോട്ടണിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. കുർത്തിയോ അനാർക്കലിയോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഈവൻ ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് ഇത് സിംഗിൾ പീസായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് അങ്ങ് താഴെ വരെ ഇല്ല, നമ്മുടെ ആ ഒരു ലെങ്ത്തിനെ വരുന്നുള്ളൂ. അപ്പം വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഷോ ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്, രണ്ട് സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഈ സ്ലീവ്സ് വന്നിരിക്കുന്ന ഇലാസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ലീവാണ്. അപ്പം മാക്സിമം ഈ ഒരു ലെങ്ത്താണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, വളരെ കംഫർട്ടബിളാണ്. കോട്ടൺ ലൈനിങ്ങുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 7 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച് വരുന്നത്. പ്രൈസ് വരുന്നത് 999 ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ ചോക്കറാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതൊരു കാഷ്വൽ ഡ്രസ്സാണ്, പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഒരു കോൺട്രാസ്റ്റ് കൈൻഡ് ഓഫ് ഒരു സ്റ്റൈലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ചോക്കറാണ്. ചോക്കറിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇയർ സ്റ്റഡും വരുന്നുണ്ട്. ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത് 2545 ആണ്. നിങ്ങൾക്ക് നോക്കാം. ഇത് നമുക്ക് ശരിക്കും പാർട്ടി വെയർ സൽവാർ സ്യൂട്ട്സിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് പോകും. ഈവൻ സാരീസ് ആണെങ്കിലും കുഴപ്പമില്ല. വീനക്ക് വരുന്നതിനെല്ലാം ഇത് നന്നായിട്ട്. വീനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ബോഡി ടൈപ്സിനെ ഫ്ലോണ്ട് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് നെക്ക് പാറ്റേൺ ആണ് വീനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഹെവി ബസ്റ്റ് ഉള്ളവർക്കും അതല്ല ഇച്ചിരി ഇതായിട്ട് ഇരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും വീനക്ക് ഓൾമോസ്റ്റ് നമ്മൾ കൂടുതൽ നോക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ പ്രൊപ്പോർഷൻ ആൾക്കാർക്ക് ചേരുന്ന ഒരു നെക്ക് ടൈപ്പാണ് വീനക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീനക്കിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള ചോക്കേഴ്സ് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ സാരി ബ്ലൗസ് ആണെങ്കിലും അതല്ല നമ്മുടെ ചുരിദാർ സെറ്റ് നമ്മൾ പാർട്ടി വെയർ ആയിട്ട് വെയർ ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ചോക്കേഴ്സ് നല്ലതായിരിക്കും കേട്ടോ. നോക്കാം, നിങ്ങൾക്ക് വേറെ കൈൻഡ് ഓഫ് ചോക്കേഴ്സ് അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ടാൽ അതും മേടിക്കാം. നമുക്കിതിൻ്റെ ബാക്കി കളേഴ്സ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ബ്ലൂ ഷെയ്ഡിനകത്തും ഇതുപോലെ ബത്തിക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്. സെയിം ഒരു പാറ്റേൺ ഒക്കെയാണ്. ഇത് ഇനി മൽക്കോട്ടൻ്റെ ഒരു തിക്നെസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൽക്കോട്ടൺ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. അത് മൽക്കോട്ടൺ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പ്യുവറസ്റ്റ് ഫോമാണ്. ഭയങ്കര സോഫ്റ്റാണ്. ഞാനിത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എടുത്ത് പറയേണ്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കുറഞ്ഞ തുണി അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു തുണി അല്ലെങ്കിൽ കളർ ബ്ലീഡ് ചെയ്യുന്ന തുണി ആകുമ്പോഴത്തേനും ഇങ്ങനത്തെ ഫാബ്രിക്സ് ആണെങ്കിൽ പൊതുവേ ഉള്ളൊരു മിത്താണ് ക്വാളിറ്റി ഇല്ലാത്ത ഫാബ്രിക് ആണെന്ന്. ഒരിക്കലും അല്ല. കളർ ബ്ലീഡ് ആകുന്നത് പ്യുവർ മെറ്റീരിയൽസിൽ നിന്നാണ് കളർ ബ്ലീഡ് ആകുന്നത്. ഞാൻ അല്ലാത്ത കൈൻഡ് ഓഫ് ഫാബ്രിക്സ് അല്ല പറയുന്നത്. ഞാൻ എല്ലായ്പ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോസിനകത്ത് പ്യുവർ ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണെങ്കിൽ അതിനകത്ത് കളർ ബ്ലീഡ് ചെയ്യുമെന്ന് പറയും. നമ്മുടെ വെബ്സൈറ്റിൽ എഴുതിയിട്ടുണ്ടാവും. കളർ ബ്ലീഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബൊട്ടീക്കിന് ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണെന്ന് ഒരിക്കലും പറയരുത്. അതിപ്പോൾ നമ്മുടെ നല്ല എല്ലാവരുടെയും ഇൻഡിഗോ ഫാബ്രിക് കളർ ബ്ലീഡ് ആകും, പ്യുവർ ബത്തിക് പ്രിൻറ്റ് കളർ ബ്ലീഡ് ആകും. കളർ ബ്ലീഡ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ നീ പിടിക്കുമെന്നല്ല, നമ്മളത് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ വാഷ് ചെയ്യണം. കുറച്ച് ബ്ലീഡിങ് എപ്പോഴും ഉണ്ടാവും. ബിക്കോസ് അതൊക്കെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്ത് വരുന്ന ഫാബ്രിക്സ് ആണ്. ഓക്കെ, പ്യുവറസ്റ്റ് ഫോം ആകുമ്പോഴങ്ങനെ. അതുപോലെ തന്നെയാണ് ഷ്രിങ്കേജും വരുന്നത്. ഒരു കൈൻഡ് ഓഫ് ഒരു പ്യുവർ കോട്ടൺ ആണെങ്കിൽ പ്യുവർ ഫാബ്രിക് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചോദിച്ചു നോക്കാം, എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ഇത് പഠിച്ചിട്ടുള്ളവരോട് ചോദിച്ചു നോക്കാം. ബിക്കോസ് നമുക്ക് നമ്മുടെ ഫാക്ടറിയിലൊക്കെ ആണെങ്കിലും ഇൻറ്റേൺഷിപ്പിനൊക്കെ കുട്ടികൾ വരികയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ കുറച്ച് ഒരു ഇൻറ്റേൺഷിപ്പിന് വരണമെങ്കിൽ അതിൻ്റേതായ എന്താണ് കംപ്ലൈൻസസ് നമ്മൾ പാലിച്ചാൽ മാത്രമേ അവർ വരുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു ഫാബ്രിക്കിൻ്റെ കളർ പോയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്വാളിറ്റി ഇല്ലാത്തതാണെന്ന് പറയരുത്. ബിക്കോസ് അറിയാവുന്നതുകൊണ്ടാണ്. ബിക്കോസ് അങ്ങനെ ഒരു മിത്തുണ്ട്. പൊതുവേ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിലും കേട്ടിട്ടില്ല, ഇങ്ങനെ തുണി കളർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ തുണി കൊള്ളില്ല എന്ന് പറയുമ്പോൾ. അങ്ങനെയല്ല കേട്ടോ. അത് ആ രീതിയിൽ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ബിക്കോസ് ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ട്രാൻസ്പെറൻസി ഉണ്ടാവും, ബട്ട് ദെൻ വി ആർ യൂസിങ് കോട്ടൺ ലൈനിങ്. ഓക്കെ, പ്രൈസ് വന്നിരിക്കുന്നത് 999 ആണ്. റെഡി ടു ഡിസ്പാച്ച് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് ഷെയ്ഡാണ്. പിങ്കിനകത്തും കംപ്ലീറ്റ്ലി സെയിം ടൈപ്പ് ഓഫ് ഒരു പാറ്റേണിലാണ് ബത്തിക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 999. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്ന ഈ ഒരു കൈൻഡ് ഓഫ് ഒരു പേസ്റ്റൽ ഒരു ഷെയ്ഡി ഗ്രീൻ ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതിനകത്തേക്കും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ബ്രീസി ഭയങ്കര കംഫർട്ട് ഫിറ്റിലാണ് വരുന്നത്. രണ്ട് സൈഡ് പോക്കറ്റ്സും ഉണ്ട്. സോ ഇത് പെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ആണെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം. അതല്ല സിംഗിൾ പീസ് ഡ്രസ്സായിട്ടാണെങ്കിൽ അങ്ങനെ വേണേലും വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലെ ബ്യൂട്ടിഫുൾ കോട്ടൺ കുർത്തിയാണ്. പ്രൈസ് വരുന്നത് 999. നെക്സ്റ്റ് വന്നു. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഡീപ്പർ മെറൂൺ ഷെയ്ഡാണ്. അതിനകത്തേക്കും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 999. ബാക്ക് സൈഡ് ഇതുപോലെ അവർ കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് വയലറ്റ് ഷെയ്ഡാണ്. വയലറ്റ് ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 999. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു പാസ്റ്റൽ പാറ്റേണിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഗ്രീനാണ്. സെയിം ഒരു മോഡലാണ്. വളരെ ഈസി ബ്രീസി ആയിട്ടുള്ള മൽക്കോട്ടണിനകത്ത് വന്നിട്ടുള്ള അംബ്രല്ല കുർത്തി അല്ലെങ്കിൽ അംബ്രല്ല ഡ്രസ്, അനാർക്കലി എങ്ങനെ വേണമെങ്കിലും പറയാം. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ഡീപ്പർ പേർപ്പിൾ അല്ലെങ്കിൽ ഒരു മെറൂണിഷ് പേർപ്പിൾ എന്നൊക്കെ പറയാം കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നത് സെയിം 999 ആണ്. നെക്സ്റ്റ് വൺ നോക്കാം.